ഹലോ, വെൽക്കം ടു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സപ്പോർട്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ബികോം കുട്ടികളുടെ പേപ്പറായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക. കാരണം നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാ പോർഷനും കവർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ലല്ലോ. സോ അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. അറിയാമല്ലോ, ബികോമുകാരാണെങ്കിൽ 2 പാർട്ട്, പാർട്ട് എ പാർട്ട് ബി. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ടിലത്തെ 5x8 40 മാർക്ക് സ്കോർ ചെയ്യുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ബ്രിങ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനാണെങ്കിലും പീപ്പിളിൻ്റെ ഇടയിലാണെങ്കിലും പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ എൻ്റെ ഇടയിൽ എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് അടിപൊളിയായിട്ട് വർക്കൗട്ട് ആവുന്നത്, അല്ലെങ്കിൽ എന്താണ് ആവശ്യം? ഇതാണ് നമുക്ക് എന്താ പറയുക, മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് എന്താണ്, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. കാരണം മാനേജ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ വർക്ക് എഫിഷ്യൻ്റ്ലി ടുവാർഡ്സ് കോമൺ ഗോൾസ്. അതായത് ഒരുപാട് ആളുകളൊക്കെ കൂടി ഒരുമിച്ചൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു കോമൺ ഗോൾ ഉണ്ട്. ഈ കോമൺ ഗോളിന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഹെൽപ്ഫുൾ ആണ്. വെദർ ഇൻ എ ബിസിനസ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഓഫീസ് ഓർ ഈവൻ എ ഫാമിലി, മാനേജ്മെൻ്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അച്ചീവ്സ് ഓർഗനൈസേഷണൽ ഗോൾസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റ്. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മൾ മാനേജ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റി എല്ലാം എൻഹാൻസ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ. നെക്സ്റ്റ്, പ്രൊവൈഡ്സ് ഡയറക്ഷൻ ആൻഡ് ലീഡർഷിപ്പ്. അല്ലേ, നമുക്കൊരു ഡയറക്ഷനും പിന്നെ ഒരു എന്താ പറയുക ലീഡർഷിപ്പും കിട്ടുന്ന കാരണം കൊണ്ടാണ് നമ്മൾ അത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നത്, മാനേജ്മെൻറ്റ് ഒരു എന്താ പറയുക ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, എൻഷ്യൂർസ് കോർഡിനേഷനും എൻഷ്യൂർ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്കൊരു ആൾ നമ്മളെ മാനേജ് ചെയ്യാൻ, ഒരു ടീം നമ്മളെ മാനേജ് ചെയ്യാനില്ലെങ്കിൽ എങ്ങനെയാണ് പല ഒരു ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യാനാണ്? ഓക്കെ, നെക്സ്റ്റ്, ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിലും മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന സബ് പോയിൻറ്റ്സ് നിങ്ങളതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എവിടെ എത്തില്ല, നിങ്ങൾക്ക് ബോറടിക്കും. സോ അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ മെയിൻ പോയിൻറ്റ്സ് മാത്രം പറഞ്ഞിട്ട് പോകുന്നത്. ഞാൻ ഈ PDF ഇതിന് ശേഷം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലെല്ലാം സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക, പോയിൻറ്റ്സ് എല്ലാം നോക്കുക കേട്ടോ. നെക്സ്റ്റ്, എൻകറേജസ് ഇന്നോവേഷൻ ആൻഡ് ഗ്രോത്ത്. നമ്മുടെ ഒരു ഇന്നോവേഷനും നമ്മുടെ എംപ്ലോയീസിൻ്റെ അകത്തെ ഇന്നോവേഷനും ഗ്രോത്ത് എല്ലാം ഈ മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയ്ക്കധികം എൻകറേജ് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ. ഓരോ ഓർഗനൈസേഷനിൽ നമ്മൾ നിയന്ത്രിക്കാൻ ആളുകളില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവാമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്താ പറയുക ഒരു ഡിസിപ്ലിനും ഓർഡറൊക്കെ മാനേജ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എംപ്ലോയീസ് മൊറയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മൊറയിൽ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എഫേർട്ടിന് ഒരു റെക്കഗ്നീഷനൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഒരു എന്താ പറയുക മൊറയിൽ എൻഹാൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, സപ്പോർട്ട് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. നമ്മളെ നാട്ടിലത്തെ തന്നെ ഡെവലപ്മെൻറ്റ് മൊത്തത്തിൽ ഓവറോളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹെൽപ്സ് ഫേസ് ചാലഞ്ചസ് ആൻഡ് ചേഞ്ചസ്. മാനേജ്മെൻറ്റിന് ഒരു ഇക്കണോമിക്കലി ഒരു നാട്ടിൽ റിസ്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഈ ടെക്നോളജിക്കൽ ഇക്കണോമിക് മാർക്കറ്റിൽ എന്ത് ചേഞ്ച് വേണമെങ്കിലും ഉണ്ടാവാം. പക്ഷേ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു റിസ്ക് കുറഞ്ഞു കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പോയിൻ്റ് ഔട്ട് ദ
ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഒബ്ജക്റ്റീവ്സ് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ആ ഒരു സംഭവങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. പോയിൻ്റ് ഔട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ തന്നെ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് ടു റിഡ്യൂസ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക് റെഡ്യൂസ് ചെയ്യപ്പെടും. നെക്സ്റ്റ് വൺ ടു എൻഷുർ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയണം, അല്ലാതെ കുറേ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നെക്സ്റ്റ് വൺ ടു പ്രൊവൈഡ് ഡിറക്ഷൻ. പ്ലാനിങ് ഉണ്ടെങ്കിലാണ് പ്രോപ്പർ ഒരു ഡിറക്ഷൻ നമുക്ക് എംപ്ലോയീസിനും ആർക്കാണെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ടു ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്ലാനിങ്. നെക്സ്റ്റ് വൺ ടു ഇംപ്രൂവ് കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇത് കോർഡിനേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ വെൽ പ്ലാൻഡ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. പ്ലാനിങ് ഇല്ലാണ്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി ഒക്കെ എൻഹാൻസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും ആർക്കും അറിയില്ല. നെക്സ്റ്റ് വൺ ടു കൺട്രോൾ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ്. ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ വെൽ പ്ലാൻഡ് ആയിരിക്കണം. ടു എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ടു പ്രിപ്പയർ ഫോർ ഫ്യൂച്ചർ ചേഞ്ചസ്. എന്ത് ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും നമ്മളത് എന്താ പറയുക, അത് ടാക്കിൾ ചെയ്യാൻ വെൽ പ്ലാൻഡ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് കോൺഫ്ലിക്റ്റ്. ഇതിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ മാനേജേഴ്സിൻ്റെയും സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റുകളുടെയും ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇതിൽ പറയുന്നത്. ഈ പോയിൻറ്റ്സ് നിങ്ങൾ വായിക്കണം. ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ബോക്സ് ആയിട്ട് തിരിച്ചെഴുതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. ഈ ലൈൻ മാനേജേഴ്സിന് ഡയറക്റ്റ് അതോറിറ്റി ഓവർ ഓപ്പറേഷൻസ് ആണ്. അതായത് അവർക്ക് ഓപ്പറേഷൻസിൽ ഡയറക്റ്റ് കൈകടത്താനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനാണ് സാധിക്കുന്നുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് പിന്നെന്താ പറയുക, റെസ്പോൺസിബിലിറ്റി. ഈ അതോറിറ്റി വ്യൂ പോയിൻറ്റ്സിന് കാരണം കൊണ്ടൊക്കെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ലൈൻ മാനേജേഴ്സ് എപ്പോഴും വിചാരിക്കും ഈ സ്റ്റാഫ് മെമ്പേഴ്സ് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ വല്ലാണ്ട് കൈകടത്തുന്നുണ്ട്. സ്റ്റാഫ് മെമ്പേഴ്സ് വിചാരിക്കും ഇവർ കൊടുക്കുന്ന ഉപദേശങ്ങളും സജഷൻസും ഒന്നും ഈ ലൈൻ മാനേജേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യാമെന്നും കൂടെ വിചാരിക്കും. നെക്സ്റ്റ് പുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എന്താ പറയുക, അൺക്ലിയർ റോൾ ഡെഫിനിഷൻ. അതെന്താ ഉണ്ടാവുക, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുപോകും. അതൊരിക്കലും കോൺഫ്ലിക്റ്റ് സോൾവ് ആവില്ല. അപ്പോൾ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യണം, എങ്ങനെ റിസോൾവ് ചെയ്യാമെന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സംഭവം നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജർ അതോറിറ്റി ആൻഡ് പവർ വേറെ നമ്മുടെ താഴെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനെയാണ് പറയുന്നത്. ഡെലിഗേഷൻ ഗൈഡ് മാനേജേഴ്സ് ഇൻ അസൈനിങ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എഫക്റ്റീവ്ലി. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ് അവരുടെ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ക്ലാരിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഡ്യൂട്ടീസ് ആൻഡ് അതോറിറ്റി ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. അതായത് എന്ത് താഴത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ക്ലിയർ ആവില്ലല്ലോ. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി പ്രകാരം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ആൻഡ് അതോറിറ്റി എപ്പോഴും ബാലൻസ് ആയിരിക്കണം. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എപ്പോഴും ബാലൻസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് സേസ് ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. ഒരു സുപ്പീരിയർ മാത്രമാണ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ നമ്മുടെ മുകളിൽ കേട്ടോ. നമ്മൾ ആളുടെ ഇതായിരിക്കും നമ്മൾ സ്വീകരിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ദ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി. അതായത് സുപ്പീരിയർ ഇപ്പോൾ വർക്ക് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അയാളുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. ഈ വർക്ക് തീരുന്നിടത്തോളം വരെ അയാൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. പിന്നെ സ്കാല ചെയിൻ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല, നമ്മൾ ടോപ്പ് മീഡിയം ബോട്ടം സ്കാല ചെയിൻ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു പ്രോപ്പർ ചെയിൻ ഓഫ് അതോറിറ്റി ഇൻ കമ്മ്യൂണിക്കേഷനിൽ ആവശ്യമാണെന്നാണ് പറയുന്നത്. The principle of exemption state that only important matters should be referred to higher authorities. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് മാത്രമായിരിക്കണം ഹയർ അതോറിറ്റീസിന് ഷെയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, എഫക്റ്റീവ് ഡെലിഗേഷൻ എപ്പോഴും എന്താ പറയുക, ഈ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു, എംപ്ലോയിൻ്റെ സ്കിൽ ഇൻക്രീസ് ചെയ്യുന്നു, എൻഷുർ സ്മൂത്ത് ഓർഗനൈസേഷണൽ ഫങ്ഷനിങ്. ഓക്കെ.